ഡിജിറ്റൽ റീസർവേയിൽ കണ്ടെത്തിയ അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി. വ്യവസ്ഥകൾക്ക് വിധേയമായി കരം പിരിക്കാൻ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 249 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായപ്പോൾ ഭൂരേഖകളിൽ വ്യത്യാസം വന്ന സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ 249ഓളം വില്ലേജുകളിൽ നടന്ന ഡിജിറ്റൽ റീസർവേയിൽ ഭൂവിസ്തൃതി കണക്കുകളിൽ വലിയ തോതിൽ വ്യത്യാസം വന്നിരുന്നു. പല ഭൂ ഉടമകളുടെയും കൈവശം ലാൻഡ് റവന്യൂ രേഖകളിൽ ഉള്ളതിനേക്കാളും ഭൂമിയുള്ളതായും കണ്ടെത്തിയിരുന്നു. മുൻ സർവേകളിലെ പിഴവാണിതിന് കാരണമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അധികമായി കണ്ടെത്തിയ ഭൂമിക്ക് കരമടയ്ക്കാനുള്ള അനുമതി നൽകണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അധിക നികുതി ഈടാക്കണമെങ്കിൽ കേരള സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ടിൽ ഭേദഗതി വരുത്തണം എന്നത് കടമ്പയായി. ഈ സാഹചര്യത്തിലാണ് ഒറ്റത്തവണയായി കരം സ്വീകരിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. അധികമായുള്ള ഭൂമിക്ക് വ്യവസ്ഥകളോടെയാണ് കരം സ്വീകരിക്കുക. കരം സ്വീകരിക്കുമ്പോൾ തൊട്ടടുത്ത ഭൂ ഉടമയ്ക്ക് ആക്ഷേപമോ പരാതിയോ ഉണ്ടെങ്കിൽ അത് കരം ഷീറ്റിൽ രേഖപ്പെടുത്തും. അധിക ഭൂമിക്ക് കരമടച്ചെന്ന് കരുതി അന്തിമ പട്ടയത്തിനോ ടൈറ്റിൽ ലീഡിനോ ഉള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നും വ്യവസ്ഥയുണ്ട്. സർവേ റെക്കോർഡിൽ ആക്ഷേപമുള്ളവർക്ക് DLRM മുഖാന്തരം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനും സർക്കാർ ഉത്തരവിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം.